നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലപ്പെട്ട ചാർലി കിർക്ക് ഒരു മഹാനായ അമേരിക്കൻ നായകനും സ്വാതന്ത്ര്യത്തിനായുള്ള രക്തസാക്ഷിയുമാണ് എന്ന് ഞായറാഴ്ച അരിസോണയിലെ ചാർലി കിർക്ക് സ്മാരകത്തിൽ ഡൊണാൾഡ് ട്രംപ്. തന്റെ ഭർത്താവിനെ വെടിവെച്ചു കൊന്ന കുറ്റക്കാരനോട് ക്ഷമിച്ചതായി കിർക്കിന്റെ ഭാര്യ എറിക്ക പ്രഖ്യാപിച്ചത് വൈകാരികമായി. ചാർലി കിർക്കിന്റെ അനുസ്മരണ പരിപാടിയിൽ ഡൊണാൾഡ് ട്രംപ് ശതകോടീശ്വരൻ എലോൺ മസ്കുമായി കൂടിക്കാഴ്ച നടത്തി. ഇരുവരും അനുരഞ്ജനത്തിലാകുമെന്ന അഭ്യൂഹങ്ങൾ ശക്തം. UK, കാനഡ, ഓസ്ട്രേലിയ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. വെടിനിർത്തൽ പ്രതീക്ഷയോടെ UN സമ്മേളനം. US-ലെ വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്ക് H-1B വിസയ്ക്ക് $1 ലക്ഷം ഫീസ് ചുമത്താനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിനെതിരെ ഇന്ത്യ. ഇത് മാനുഷിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ സർക്കാർ. നവരാത്രി ആഘോഷത്തിന്റെ പ്രഥമ ദിവസം രാജ്യത്ത് GST പരിഷ്കരണം ആരംഭിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാർത്തകൾ വിശദമായി. കൊല്ലപ്പെട്ട ചാർലി കിർക്ക് ഒരു മഹാനായ അമേരിക്കൻ നായകനും സ്വാതന്ത്ര്യത്തിനായുള്ള രക്തസാക്ഷിയുമാണ് എന്ന് ഞായറാഴ്ച അരിസോണയിലെ ചാർലി കിർക്ക് സ്മാരകത്തിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. വലതുപക്ഷ യുവജന സംഘാടകനായ ചാർലി കിർക്കിനെ ആദരിക്കുന്നതിനായി സംഘടിപ്പിച്ച പൊതുചടങ്ങിൽ തന്റെ എതിരാളികളെ വെറുക്കുന്നു എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. കോടീശ്വരൻ എലോൺ മസ്കും ട്രംപിനൊപ്പം അനുസ്മരണത്തിൽ പങ്കെടുത്തിരുന്നു. യൂട്ട കോളേജിലെ ഒരു പരിപാടിക്കിടെ തന്റെ ഭർത്താവിനെ വെടിവെച്ചു കൊന്ന കുറ്റക്കാരനോട് ക്ഷമിച്ചതായി കിർക്കിന്റെ ഭാര്യ എറിക്ക വൈകാരികമായി പ്രഖ്യാപിച്ചു. ഞായറാഴ്ച അരിസോണയിൽ നടന്ന പരിപാടിയിൽ 10,000-കണക്കിന് ആളുകൾ ഒത്തുകൂടി. അരിസോണയിലെ ഗ്ലെൻഡയിൽ നടന്ന ഒരു പൊതുസ്മാരകത്തിൽ വികാരഭരിതമായ പ്രസംഗത്തിൽ വലതുപക്ഷ യുവജന സംഘാടകനായ ചാർലി കിർക്കിന്റെ വിധവ തന്റെ ഭർത്താവിനെ കൊന്ന കുറ്റക്കാരനോട് ക്ഷമിച്ചതായി പറഞ്ഞു. യുവാക്കളെ രക്ഷിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഞാൻ അവനോട് ക്ഷമിക്കുന്നു. ക്രിസ്തു ചെയ്തത് അതായിരുന്നു, ചാർലി ചെയ്യുന്നതും അതുതന്നെയാണ് എന്നാണ് എറിക്ക കിർക്ക് പറഞ്ഞത്. സെപ്റ്റംബർ 10-ന് യൂട്ട വാലി യൂണിവേഴ്സിറ്റിയിൽ ചാർലി കിർക്കിനെ മാരകമായി വെടിവെച്ചതിന് 22-കാരനായ ടൈലർ റോബിൻസണിനെ പ്രോസിക്യൂട്ടർമാർ കുറ്റം ചുമത്തിയിട്ടുണ്ട്. കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ യൂട്ടായിലെ റോബിൻസണിന് വധശിക്ഷ നേരിടേണ്ടി വന്നേക്കാം. വലതുപക്ഷ പ്രവർത്തകനായ ചാർലി കിർക്കിന്റെ അനുസ്മരണ പരിപാടിയിൽ ഡൊണാൾഡ് ട്രംപ് ശതകോടീശ്വരൻ എലോൺ മസ്കുമായി കൂടിക്കാഴ്ച നടത്തി. ഇതോടെ ഇരുവരും അനുരഞ്ജനത്തിലാകുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നു. ഒരു കാലത്ത് ട്രംപിന്റെ വിശ്വസ്ത ഉപദേഷ്ടാവായിരുന്ന മസ്ക് ട്രംപുമായി കടുത്ത അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കലഹിച്ചു പിരിയുകയായിരുന്നു. പ്രസിഡന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന സംഘടനയെ ഒരിക്കൽ നയിച്ചിരുന്ന മസ്കുമായി ട്രംപ് കൈകുലുക്കി സംസാരിച്ചു. അരിസോണയിലെ ഗ്ലെൻഡെയിലുള്ള ഒരു സ്റ്റേഡിയത്തിലെ സ്റ്റാൻഡിലാണ് ഇരുവരും കണ്ടുമുട്ടിയത്. UK, കാനഡ, ഓസ്ട്രേലിയ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പലസ്തീൻ-ഇസ്രായേൽ സംഘർഷത്തിന് ദ്വിരാഷ്ട്ര പരിഹാരത്തിൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്യം പുനരുജ്ജീവിപ്പിക്കുന്നതിനായി തിങ്കളാഴ്ച നടക്കുന്ന ഒരു പ്രത്യേക UN സമ്മേളനത്തിൽ മറ്റു രാജ്യങ്ങൾ ഔദ്യോഗിക പ്രഖ്യാപനം നടത്താൻ ഒരുങ്ങുന്നു. UK ഉൾപ്പെടെയുള്ള ചില രാഷ്ട്രങ്ങൾ ജൂത പുതുവത്സരത്തോടുള്ള ആദരസൂചകമായി തങ്ങളുടെ പ്രഖ്യാപനം അതിനു മുന്നേ അറിയിക്കുകയായിരുന്നു. ഹമാസിന് ഗാസയിലോ പുറത്തോ ഒരു തരത്തിലുള്ള നിയന്ത്രണവും ഉണ്ടായിരിക്കാൻ പാടില്ല എന്നും എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്നും പോർച്ചുഗൽ വിദേശകാര്യമന്ത്രി പൗളോ റാഞ്ചൽ ആവശ്യപ്പെട്ടു. പലസ്തീനെ അംഗീകരിക്കുന്ന 147 ഐക്യരാഷ്ട്രസഭാ രാജ്യങ്ങളുടെ പട്ടികയിൽ ബെൽജിയം, ഫ്രാൻസ്, ലക്സംബർഗ്, മാൾട്ട, ന്യൂസിലൻഡ്, ലിച്ചൻസ്റ്റൺ എന്നിവ ഉൾപ്പെടുന്നു. UK അടക്കം ഈ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിച്ചതിനെ ഭീകരതയ്ക്കുള്ള അസംബന്ധമായ സമ്മാനം എന്ന് വിശേഷിപ്പിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പലസ്തീനെ UK ഒരു രാഷ്ട്രമായി അംഗീകരിച്ചത് ജിഹാദിസ്റ്റ് ഹമാസിനുള്ള പ്രതിഫലമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം X-ലെ ഒരു പോസ്റ്റിൽ എഴുതി. ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുള്ള അപവാദ പ്രചരണത്തിനെതിരെയും തീവ്രവാദത്തിനുള്ള അസംബന്ധ സമ്മാനമായി ഒരു പലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കാനുള്ള ആഹ്വാനങ്ങൾക്കെതിരെയും ഐക്യരാഷ്ട്രസഭയിലും മറ്റെല്ലാ മുന്നണികളിലും പോരാടേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. റഷ്യൻ വിമാനങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചതിനെ തുടർന്ന് UN സുരക്ഷാ കൗൺസിലിന്റെ അടിയന്തര യോഗം വിളിക്കുമെന്ന് എസ്തോണിയ പറഞ്ഞതിനാൽ ബാൾട്ടിക് കടലിന് മുകളിൽ ഞായറാഴ്ച ഒരു റഷ്യൻ സൈനിക വിമാനം തടയാൻ ശ്രമിച്ച് ജർമ്മൻ യൂറോ ഫൈറ്റർ ജെറ്റുകൾ. അന്താരാഷ്ട്ര വ്യോമാതിർത്തിയിൽ പറന്ന വിമാനം തടയാൻ യൂറോ ഫൈറ്ററുകൾ റോസ്റ്റോക്ക് ലാജ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുകയായിരുന്നു. റഷ്യൻ രഹസ്യാന്വേഷണ വിമാനം അതിന്റെ ട്രാൻസ്പോണ്ടറുകൾ ഓഫാക്കി തിരികെ ബന്ധപ്പെടാനുള്ള അഭ്യർത്ഥനകൾ അവഗണിച്ചുവെന്ന് ജർമ്മനിയുടെ വ്യോമസേന പറഞ്ഞു. വെള്ളിയാഴ്ച ഫിൻലാൻഡ് ഉൾക്കടലിൽ 3 റഷ്യൻ MiG-31 യുദ്ധവിമാനങ്ങൾ എസ്തോണിയൻ വ്യോമാതിർത്തി ലംഘിച്ചു. എന്നാൽ മോസ്കോ ഇത് നിഷേധിച്ചു. US-ലെ വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്ക് H-1B വിസയ്ക്ക് $1 ലക്ഷം ഫീസ് ചുമത്താനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിനെതിരെ ഇന്ത്യ പ്രതികരിച്ചത് കടുത്ത ഭാഷയിൽ. ഇത് മാനുഷിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇന്ത്യൻ സർക്കാർ മുന്നറിയിപ്പ് നൽകി. അവർ ഞങ്ങളുടെ കഴിവുകളെയും അല്പം ഭയപ്പെടുന്നു. ഞങ്ങൾക്ക് അതിൽ എതിർപ്പില്ല എന്ന് ഇന്ത്യയുടെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു.
ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള ഒരു പ്രസ്താവനയിൽ ഫീസ് വർധനവ് കുടുംബങ്ങൾക്കുണ്ടാക്കുന്ന തടസ്സങ്ങൾ മാനുഷിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഈ തടസ്സങ്ങൾ US അധികാരികൾക്ക് ഉചിതമായി പരിഹരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ഇന്ത്യൻ സർക്കാർ പറഞ്ഞു. കൂടാതെ വിദഗ്ധ തൊഴിലാളികളുടെ കൈമാറ്റം ഇരു രാജ്യങ്ങൾക്കും വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്ന് വിദേശകാര്യ മന്ത്രാലയം ഊന്നി പറഞ്ഞു. ഗാർഹിക തൊഴിൽ വിപണിയിൽ ക്ഷാമം നിലനിൽക്കുന്ന മേഖലകളിൽ വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ US കമ്പനികളെ അനുവദിക്കുന്ന തരത്തിലാണ് H1B വിസകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2024 അംഗീകൃത വിസകളുടെ 71% ഇന്ത്യയാണ്. H1B വിസകളുടെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ഇന്ത്യയായിരുന്നു. എന്നിരുന്നാലും അമേരിക്കൻ വേതനം കുറയ്ക്കുന്നതിനും IT ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിനുമായി വിസകൾ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് വൈറ്റ് ഹൌസ് പറഞ്ഞു. കമ്പനികൾ ആയിരക്കണക്കിന് US തൊഴിലാളികളെ പിരിച്ചുവിടുകയാണ് എന്നും ഈ പദ്ധതിയിലൂടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വില കുറഞ്ഞ വിദേശ തൊഴിലാളികളെ നിയമിക്കുകയാണ് എന്നും വൈറ്റ് ഹൌസ് പറഞ്ഞു. 260 പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിന് കാരണം അശ്രദ്ധയും ഇന്ധന കട്ട് ഓഫ് സ്വിച്ചിന്റെ തകരാറുമാണ് എന്ന് ആരോപിച്ച് ജൂണിൽ എയർ ഇന്ത്യ അപകടത്തിൽ മരിച്ച 4 യാത്രക്കാരുടെ കുടുംബങ്ങൾ എയ്റോസ്പേസ് നിർമ്മാതാക്കളായ ബോയിങ്, ഹണിവെൽ എന്നിവർക്കെതിരെ കേസ് ഫയൽ ചെയ്തു. ഡെലവെയർ സുപ്പീരിയർ കോടതിയിൽ സമർപ്പിച്ച പരാതിയിൽ ബോയിങ് 787 8 ഡ്രീംലൈനറിന്റെ സ്വിച്ചിന്റെ ലോക്കിംഗ് സംവിധാനം അബദ്ധവശാൽ ഓഫായതാകാമെന്നും ഇത് ഇന്ധന വിതരണം നഷ്ടപ്പെടുന്നതിനും ടേക്ക് ഓഫിന് ആവശ്യമായ ത്രസ്റ്റ് നഷ്ടപ്പെടുന്നതിനും കാരണമാകുമെന്നും വാദികൾ പറഞ്ഞു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 118.69 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 88.19 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 103.45 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.35 US ഡോളർ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം ഗൾഫ് ന്യൂസ്. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509 or please mail to info@anandtravel.com. Have a happy journey. നമസ്കാരം, ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. സഹിഷ്ണുതയുടെ ആഗോള കേന്ദ്രമായ UAE-യിൽ മുസ്ലിം ഇതര ആരാധനാലയങ്ങളുടെ എണ്ണം 73 ഉയർന്നു. അബുദാബി എമിറേറ്റ്സിലാണ് ഏറ്റവും കൂടുതൽ ആരാധനാലയങ്ങൾ ഉള്ളത്. മധ്യപൂർവ്വദേശത്തെ ഏറ്റവും വലിയ ശിലാക്ഷേത്രമായ BAPS ഹിന്ദു മന്ദിർ ഉൾപ്പെടെ 27 ആരാധനാലയങ്ങളാണ് അബുദാബിയിൽ ഉള്ളത്. ദുബായ് 14, റാസൽ ഖൈമ 11, ഷാർജ 10, ഫുജേറ 8, ഉമ്മുൽ ഖുവൈൻ 2, അജ്മാൻ 1 എന്നിങ്ങനെയാണ് മറ്റു എമിറേറ്റിലെ കണക്കെന്ന് സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. വ്യത്യസ്ത മതവിഭാഗങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം നൽകുന്ന UAE-യിൽ ഇവയ്ക്കായി പ്രത്യേക മന്ത്രാലയവും പ്രവർത്തിക്കുന്നുണ്ട്. UAE-യിലേക്ക് ലഹരിമരുന്ന് കടത്തിയ 2 ഇന്ത്യക്കാരെ ഫുജേറ പ്രാഥമിക കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ശിക്ഷയ്ക്ക് ശേഷം ഇരുവരെയും നാടുകടത്തും. കോടതി ചെലവിലേക്ക് 2000 ദിർഹം അടയ്ക്കുകയും വേണം. ഫുജേറ രാജ്യാന്തര വിമാനത്താവളം വഴി 925 ലഹരി ഗുളികകൾ കടത്തുകയും കൈവശം വയ്ക്കുകയും ചെയ്തതിനാണ് ശിക്ഷ. ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ലഹരി വിമാനത്താവളത്തിലെ പരിശോധനയിൽ പിടിക്കപ്പെടുകയായിരുന്നു. ഇനി ആനന്ദ് ട്രാവൽ GCC ഇന്ത്യ നാണയവിനിമയ നിരക്ക്. ഒരു സൗദി റിയാൽ 23.51 ഇന്ത്യൻ രൂപ. ഒരു UAE ദിർഹം 24.01 ഇന്ത്യൻ രൂപ. ഒരു കുവൈറ്റി ദിനാർ 289.15 ഇന്ത്യൻ രൂപ. ഒരു ഒമാനി റിയാൽ 229.06 ഇന്ത്യൻ രൂപ. നവരാത്രി ആഘോഷത്തിന്റെ പ്രഥമ ദിവസം സൂര്യോദയത്തിൽ രാജ്യത്ത് GST പരിഷ്കരണം ആരംഭിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാവപ്പെട്ടവർക്കും മധ്യവർഗത്തിൽപ്പെട്ടവർക്കും യുവജനങ്ങൾക്കും വനിതകൾക്കും വ്യാപാരികൾക്കുമെല്ലാം GST പരിഷ്കരണം ഗുണം ചെയ്യും. GST സേവിങ്സ് ഉത്സവത്തിനാണ് നാളെ തുടക്കമാകുന്നത്. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഊർജം നൽകുന്ന GST പരിഷ്കരണമാണ് നടപ്പിലാകുന്നത്. ഈ പരിഷ്കാരം ഇന്ത്യയുടെ വികസനം ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞു. നവരാത്രിയുടെ ആദ്യ ദിവസം രാജ്യത്തെ കോടാനുകോടി വീടുകളിലേക്ക് മധുരം എത്തുകയാണ്. രാജ്യത്തെ സമസ്ത മേഖലയ്ക്കും GST 2.0 നേട്ടമായിരിക്കും. രാജ്യത്ത് ഓരോ പ്രദേശത്തും ഓരോ നികുതിയായിരുന്നു. വ്യത്യസ്ത നികുതി ജനങ്ങളെ പ്രയാസപ്പെടുത്തി. നികുതി ഭാരത്തിൽ നിന്ന് രാജ്യത്തിന് മോചനം ലഭിക്കുകയാണ് എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. GST ഇളവുകളെ സംബന്ധിച്ച് രാജ്യവ്യാപക പ്രചരണത്തിന് BJP. പാർട്ടി MPമാർ സ്വന്തം മണ്ഡലങ്ങളിൽ 2 പദയാത്രകൾ നടത്തും. ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായി സ്വദേശി ക്യാമ്പയിനും നടത്താനാണ് തീരുമാനം. GST ഇളവുകളിലെ ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് പൂർണ്ണമായി എത്തുന്നുവെന്ന് ഉറപ്പാക്കാനാണ് ഇത്തരത്തിൽ പ്രചരണം നടത്താൻ BJPയുടെ തീരുമാനം. കഴിഞ്ഞ ദിവസവും ഗുജറാത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ആത്മനിർഭർ ഭാരതിനെ പറ്റി പ്രധാനമന്ത്രി സംസാരിച്ചിരുന്നു. GST നടപ്പിലാക്കിയ ശേഷമുള്ള ഏറ്റവും വലിയ പരിഷ്കരണം ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. 5%, 12%, 18%, 28% എന്നിങ്ങനെ 4 നികുതി തട്ടുകൾ ഉണ്ടായിരുന്നത് 5%, 18% എന്നിങ്ങനെ 2ആയി ചുരുങ്ങും. കൂടാതെ ആഡംബര ഉൽപ്പന്നങ്ങളും പുകയില, സിഗരറ്റ് പോലെയുള്ള ആരോഗ്യത്തിന് ഹാനികരമായ ഉൽപ്പന്നങ്ങൾക്കും ലോട്ടറിക്കും
40% GST എന്ന ഉയർന്ന നിരക്കും നടപ്പിലാക്കുകയാണ്. എന്നാൽ ഈ മാറ്റം തിങ്കളാഴ്ച മുതൽ നിലവിൽ വരില്ല. ഇതിനായി പിന്നീട് പ്രത്യേക വിജ്ഞാപനം ഇറക്കുമെന്ന് GST വകുപ്പ് അറിയിച്ചിരിക്കുന്നു. ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരത്തിന് ഫ്രഞ്ച് ഫുട്ബോൾ മാസികയായ ഫ്രാൻസ് ഫുട്ബോൾ സമ്മാനിക്കുന്ന ബാലൺ ദ ഓർ പുരസ്കാര പ്രഖ്യാപനം തിങ്കളാഴ്ച. ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ PSG സ്ട്രൈക്കർ ഉസ്മാൻ ഡെംബലെയാണ് ആരാധകരുടെ സാധ്യതാ പട്ടികയിൽ മുന്നിലുള്ളത്. ബാഴ്സലോണയുടെ കൗമാര താരം ലാമിൻ യമാലാണ് സാധ്യതയുള്ള മറ്റൊരു താരം. പാരീസിൽ ഇന്ത്യൻ സമയം രാത്രി 12:30 പുരസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. മികച്ച പുരുഷ താരത്തിനൊപ്പം വനിതാ ഫുട്ബോൾ താരം, യുവതാരത്തിനുള്ള കോപ്പ ട്രോഫി, ഗോൾ കീപ്പർക്കുള്ള യാഷിൻ ട്രോഫി, ടോപ്പ് സ്കോറർക്കുള്ള ഗർഡ് മുള്ളർ, മികച്ച കോച്ചിനുള്ള യോഹാൻ ക്രൈഫ് തുടങ്ങിയ പുരസ്കാരങ്ങളുടെ അവകാശികളെയും ചടങ്ങിൽ പ്രഖ്യാപിക്കും. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.